എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചു എന്താണ് കോഴ്സ് പഠിക്കുന്നത്, അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റിന്റെ സ്റ്റാറ്റസ് എന്താണ്, എംപ്ലോയബിലിറ്റി എന്താണെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ കമ്പൈൽ ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. അതിന് ഒത്തിരി കമന്റ്സും ക്വയറീസും പേഴ്സണൽ മെസ്സേജസും ഒക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് അനൗൺസ്മെന്റിന് ശേഷം വലിയൊരു ട്രെമൻഡസ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവും മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ചില വേക്കൻസീസ് ഒക്കെ ഇവിടെ ഓപ്പൺ ആയെങ്കിലും ഇവിടെ നേരത്തെ തന്നെ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നവർ, അത്തരത്തിലുള്ള ആളുകൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പാനലിലെ പൊസിഷൻ അനുസരിച്ച് ഓരോ ജോബ് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ ഗവൺമെന്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്കൊന്നും അങ്ങനെ ജോലി കിട്ടിയിട്ടില്ല, വളരെ ചുരുക്കം പേർക്കൊക്കെ അങ്ങനെ ജോലി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതേ തുടർന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അയർലൻഡിലുള്ള പല പ്രൈവറ്റ് എംപ്ലോയേഴ്സും നഴ്സിംഗ് ഹോമിലല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഹോസ്പിറ്റലുകളിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് ഇപ്പം. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമുക്ക് ഇങ്ങോട്ട് റിലയബിൾ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഏതാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് റിലയബിൾ ആയിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നറിയാനായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കാരണം പല റിക്രൂട്ടേഴ്സിൻ്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈലിലും അതുപോലെ വെബ്സൈറ്റിലൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങോട്ട് നേഴ്സുമാരെ ഇന്ത്യയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് അവർ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത്തരത്തിലുള്ള റിക്രൂട്ടേഴ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഇൻഫർമേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CV ഒക്കെ സെൻഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ പോസ്റ്റ് ഒക്കെ ഫോളോ ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുന്നത്. നിങ്ങൾ എൻ്റെ ആ ലിങ്ക്ഡിൻ പോസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഫീഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പലരും നഴ്സിംഗ് ഹോമിലേക്ക് ഇന്റർവ്യൂസ് ഉണ്ടോ, നഴ്സിംഗ് ഹോം വേക്കൻസീസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ റിക്രൂട്ടേഴ്സും നഴ്സിംഗ് ഹോമിലേക്കും കൂടെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന അത്രയും തന്നെ ഒരു വലിയ ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ഓരോ നഴ്സിംഗ് ഹോമിലും ഒരേ സമയത്ത് വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ നഴ്സിംഗ് ഹോമിന്റെ എണ്ണം കണക്ക് കൂട്ടുമ്പോൾ ഹോസ്പിറ്റലുകളേക്കാൾ കൂടുതൽ നഴ്സിംഗ് ഹോം ഇവിടെ അയർലൻഡിലുണ്ട്. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് വരും, പക്ഷേ കുറച്ച് ലിമിറ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ജോലിയൊക്കെ നിർത്തി പുതിയൊരു കോഴ്സിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറിയ ഒരു ക്യാമ്പസ് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ക്യാമ്പസ് അധികം ഒന്നും കാണിച്ചില്ല, കാരണം ഇവിടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പരിധി കൂടുതൽ പബ്ലിക് പ്ലേസിലൊക്കെ റെക്കോർഡ് ചെയ്ത് അവരുടെ കൺസെന്റ് ഒന്നും ഇല്ല, അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വലിയൊരു ഇൻഡെപ്ത് സ്റ്റോറി ആയിട്ടൊന്നും ചെയ്യാത്തത്. ക്യാമ്പസ് ലൈഫൊക്കെ വളരെ ബിസി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഒത്തിരി പഠിക്കാനുണ്ട്, നല്ല തിരക്കാണ്, ബിസിയാണ്, നല്ല ഹെവി ആയിട്ടുള്ളൊരു കോഴ്സാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വ്ളോഗ്സും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഞാൻ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെയും അതുപോലെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോസും ലിങ്ക്സും ഒക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസും ബ്ലോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.